വിഷുദിനത്തിൽ നമുക്ക് സെക്രട്ടേറിയറ്റ് നടയിലേക്കാണ് പോകേണ്ടി വരുന്നത്. അവിടെ കാണാൻ ഇഷ്ടമുള്ള കാഴ്ചകളല്ല. കാരണം ഒട്ടേറെ പ്രതിഷേധത്തിന് അർഹമാകുന്ന തരത്തിൽ അവിടെ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ വകയൊരുക്കുന്ന രീതിയിൽ അവിടെ വനിതാ CPO ഉദ്യോഗാർത്ഥികളും, നമുക്കറിയാം നേരത്തെ തന്നെ ആശമാരും അവിടെ സമരം തുടരുക തന്നെയാണല്ലോ. അവരുടെ ഇന്നത്തെ വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതി പ്രതിഷേധിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് അവർക്കൊപ്പം. പ്രശാന്ത്, ഇന്ന് ഈ ദിവസം നമ്മൾ ഏറ്റവും നല്ല കാഴ്ചകൾ, പ്രതീക്ഷകൾ ഒക്കെ ഉള്ള ഒരു ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ നോക്കൂ, നമ്മുടെ സഹജീവികളുടെ അവസ്ഥ. ഇവർ ഇത്രയും ദിവസമായി അവിടെ സെക്രട്ടേറിയറ്റ് നടയിൽ സമരത്തിലാണ്. പലതരത്തിലുള്ള സമരമാർഗങ്ങൾ അവർ ഉയർത്തിയിട്ടും തിരിഞ്ഞു നോക്കാതിരിക്കുകയാണ് സർക്കാർ. ഇന്നിപ്പോൾ എങ്ങനെയാണ് അവർ പ്രതിഷേധിക്കുന്നത്? വീണ, മലയാളിയുടെ സുപ്രഭാതം കണി കണ്ടുണരുമ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരമിരിക്കുന്ന CPO ഉദ്യോഗാർത്ഥികൾ അവരുടെ ചോര കൊണ്ട് അവരെ രക്ഷിക്കണമെന്ന്, അവരെ സേവ് CPO എന്ന് എഴുതി പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് വേറിട്ട പ്രതിഷേധം, അവരുടെ റാങ്ക് ലിസ്റ്റ് നമ്പറും സേവ് CPO എന്നത് സ്വന്തം ചോര കൊണ്ട് പ്ലക്കാർഡിൽ എഴുതി പ്രതിഷേധിക്കുന്ന ഒരു ഗതികേടിലേക്ക് ഇന്ന് വനിതാ CPO ഉദ്യോഗാർത്ഥികളെ സംസ്ഥാന സർക്കാർ എത്തിച്ചിരിക്കുകയാണ്. സമരം 13ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആണ് ഇത്തരത്തിലുള്ളൊരു വേറിട്ടൊരു പ്രതിഷേധം അവർ നടത്തുന്നത്. സേവ് WCPO, വനിതാ CPOമാരെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ നമ്പർ അടക്കം എഴുതി ചോര കൊണ്ട്, സ്വന്തം രക്തം കൊണ്ട് എഴുതി പ്രതിഷേധിക്കുന്ന സ്ഥിതി, ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് വിഷുദിനമാണ്. വിഷുദിനത്തിൽ എല്ലാവരും വിഷു ആഘോഷിക്കുമ്പോഴാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ലോകം വിഷുദിനം ആഘോഷിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങൾ സ്വന്തം രക്തം കൊണ്ട്, ജീവരക്തം കൊണ്ട് എഴുതി പ്രതിഷേധിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതെ, ഞങ്ങളൊരു 3.5-4 വർഷത്തെ ഞങ്ങളെ ചോര നീരാക്കി ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ ഒരു 3-4 വർഷമായിട്ട് ഞങ്ങൾ ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കി ഗ്രൗണ്ടിൽ ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി കയറിയ ഒരു ലിസ്റ്റാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയെങ്കിലും ഇത് കണ്ട് സർക്കാർ ഞങ്ങളെ പരിഗണിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഈ ഇത്തരമൊരു സമരം, അതായത് പല സമരങ്ങൾ കണ്ടപ്പോൾ പോലും ചോര, രക്തം കൊണ്ട് എഴുതുക, അത് കുറച്ച് കടുന്ന കൈയാണ്. അതെ, ഇത്രയും ഞങ്ങളൊരു 12 ദിവസം ഞങ്ങൾ ഓരോ സമരമുറകൾ പ്രയോഗിച്ചു. പക്ഷെ സർക്കാർ ഇതുവരെയായിട്ട് ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കാനോ ഭരണപക്ഷത്തിൽ ആരെങ്കിലും ഇങ്ങോട്ട് നോക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. പക്ഷെ ഇതെങ്കിലും കണ്ടിട്ട് സർക്കാർ ഒന്ന് കണ്ണുവർക്ക് ആരെങ്കിലും ആയിട്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരമുറ തെരഞ്ഞെടുത്തത്. 13 ദിവസം സമരം തുടരുമ്പോഴും ചർച്ച എന്നൊരു നിലയിലേക്ക്, ഒരു അനുകൂല സമീപനത്തിലേക്ക് സർക്കാർ ഇതുവരെ എത്തിയിട്ടില്ലല്ലേ? ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും വിഷു കൈനീട്ടം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. വിഷു കൈനീട്ടമായിട്ട് എങ്കിലും ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെല്ലാം ഉൾപ്പെടുത്തുമെന്നൊരു പ്രതീക്ഷ. അതെ, ആ ഒരു വിഷു കൈനീട്ടം ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് തരുന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ ഇപ്പോഴുള്ള. വീണ, 13 ദിവസമായി സമരം തുടരുകയാണ് ഇവിടെ. ഈ 13 ദിവസവും സമരം തുടരുമ്പോഴും ഈ പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. ആ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നതല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സമീപനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതാണ് ഏറ്റവും വേദനാജനകമായി തുടരുന്നത്. ഈ ഉദ്യോഗാർത്ഥികൾ അവസാനം എന്ന നിലയിൽ, അറ്റകൈ പ്രയോഗമെന്ന് നമ്മൾ നാടൻ ഭാഷയിൽ, മലയാളം ഭാഷയിൽ പറയും, എന്ന നിലയിലാണ് ഇപ്പോൾ സേവ് WCPO എന്ന് എഴുതി അവരുടെ റാങ്ക് ലിസ്റ്റ് നമ്പറും എഴുതി കൈമുദ്ര പ്ലക്കാർഡിൽ പതിപ്പിച്ചുകൊണ്ട്, കൈമുദ്ര പതിപ്പിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന നിലയിലേക്ക് എത്തപ്പെടുന്നത്. സേവ് WCPO എന്ന് എഴുതി റാങ്ക് ലിസ്റ്റ് നമ്പർ അടക്കം എഴുതി പ്രതിഷേധിക്കുകയാണ്, അതും ചോര കൊണ്ട് തന്നെ. അതെ, ഈ ചോര കണ്ടിട്ടെങ്കിൽ അവർ എന്തെങ്കിലും രീതിയിലുള്ള നീക്കം നമുക്ക് അനുകൂലമായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. മറ്റന്നാ ക്യാബിനറ്റ് ഉണ്ട്, നമ്മളെ അവസാനത്തെ പ്രതീക്ഷയാണത്. സത്യം പറഞ്ഞാൽ ഈ ചോര എടുക്കുന്ന വേദന ഒന്നും നമുക്കൊന്നുമല്ല, അതിനേക്കാളും വലിയ വേദനയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. 20-ാം തീയതി കഴിഞ്ഞാൽ എന്താവും ഞങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ് എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുതന്നെയാണ് 20-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവരുടെ ജീവിതം എന്നത് വലിയ വേദനയായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സാഹസത്തിന് മുതിരുന്നത്. സ്വന്തം രക്തം കൊണ്ട് തന്നെ ഈ WCPO എന്ന് പ്ലക്കാർഡിൽ എഴുതി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തീർത്തത് ഇവിടുത്തെ ഭരണകൂടമാണ്. ആ സർക്കാർ
ഒരു യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. അതാണ് ഇത്തരത്തിൽ പ്രതിഷേധം തുടരുന്നൊരു സാഹചര്യം ഉണ്ടായത്. 13ാം ദിവസമാണ് സമരം കിടക്കുന്നത്. 13ാം ദിവസം സമരം കിടക്കുമ്പോഴും ഇത്തരത്തിൽ 13ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് അവർ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. CPO ഉദ്യോഗാർത്ഥികൾ അവരുടെ സമരം തുടരുകയാണ്. ആ സമരത്തിൻ്റെ മറ്റൊരു ഘട്ടം എന്ന നിലയിൽ, അവരുടെ സത്യാഗ്രഹ സമരത്തിൻ്റെ മറ്റൊരു ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ സ്വന്തം ജീവരക്തം നൽകിക്കൊണ്ട് പ്ലക്കാർഡിൽ എഴുതി പ്രതിഷേധിക്കുന്നത്. വലിയ സമരങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിരുന്നു. പല രീതിയിലുള്ള പോരാട്ടങ്ങൾ, അവസാന അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ അവരുടെ തീരുമാനങ്ങളുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ, അല്ലെങ്കിൽ തങ്ങളെ സർക്കാർ കാണണമെന്ന പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ വേദന സർക്കാർ അറിയണം എന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധങ്ങൾ തുടർന്നത്. ശരി പ്രശാന്ത്, ഈ വിഷു ദിനത്തിലും വലിയ കടുത്ത പ്രതിഷേധത്തിലാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ.